So come on guys, sp, sp2, sp3 hybridization in ethane, ethene and ethyne molecule. So ഇന്ന് ഇതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഹൈബ്രിഡൈസേഷനിലൂടെ നമുക്ക് ഈ മോളിക്യൂൾസിന്റെ ബോണ്ട് ഫോർമേഷൻ ഒക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുന്നേ ഞാൻ പറയാൻ പോകുന്നത് ദ ബർത്ത് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അത് വരാൻ എന്താണ് കാരണം അതൊന്ന് നോക്കിയതിനു ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ, സോ അത് പറയാനായിട്ട് നമുക്ക് മീഥൈൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ നോക്കാം അക്കോർഡിംഗ് ടു VBT. എന്താ VBT? വാലൻസ് ബോണ്ട് തിയറി. സോ വാലൻസ് ബോണ്ട് തിയറി മീഥൈൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അതായത് മീഥൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CH4 ആണ്. അവിടുത്തെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് കാർബൺ ആണ്. സോ കാർബണിന്റെ അറ്റോമിക് നമ്പർ വരുന്നത് എത്ര? 6 ആണ് അല്ലെ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരും? EC is equal to 1s2 2s2 2p2 അല്ലെ. 2 4 6 1s2 2s2 2p2. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റില് നമ്മൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 2s സബ്ഷെല്ലില് 2 ഇലക്ട്രോൺ ഉണ്ട്, 2p സബ്ഷെല്ലില് നമുക്കറിയാം 3 ഓർബിറ്റൽ ഉണ്ട് ആൻഡ് 1 ഇലക്ട്രോൺ. 2 ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഉള്ളൂ, ഓരോ ഇലക്ട്രോൺ വീതം. ശരിയല്ലേ? സോ അക്കോർഡിംഗ് ടു VBT വാലൻസ് ബോണ്ട് തിയറി പറയുന്നത് ഒരു ബോണ്ട് ഉണ്ടാവണമെങ്കിൽ എന്താണ്? അൺപെയർഡ് ആയിരിക്കണം, ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിരിക്കണം. പക്ഷെ ഇവിടെ 2s ഓർബിറ്റലില് പെയർഡ് അല്ലേ ഇലക്ട്രോൺസ്. സോ വാട്ട് വിൽ ദേ ഡു? ഈ ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യും. സോ അവിടെ ഒരു പുതിയ ടേം വരുന്നത് എക്സൈറ്റേഷൻ എന്നാണ്. ഒക്കെ നമ്മൾ VBTയിൽ പറയുന്ന ബാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നതാണ്. സോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ അതിന്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഓക്കെ, സോ എക്സൈറ്റഡ് സ്റ്റേറ്റ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റ് വരയ്ക്കുമ്പോൾ 2s ഓർബിറ്റലിൽ അപ്പോൾ ഒരു ഇലക്ട്രോൺ ആണ് വരുള്ളൂ ആൻഡ് 2p ഓർ 2s സബ്ഷെല്ലിൽ 2p സബ്ഷെല്ലിൽ ഇവിടെ ഓരോ ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റലിലും വരും. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ ഓർബിറ്റലും ഇപ്പൊ അൺപെയർഡ് ആയി. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് CH4 അല്ലേ. സോ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 1s1 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു സബ്ഷെല്ലുള്ളൂ, ഒരു ഇലക്ട്രോൺ ഉള്ളൂ, അതുകൊണ്ടാണ് അത് അൺപെയർഡ് ആണ്. സോ അതിന് പെയർ വേണം, പെയറിങ്ങിന് വേണ്ടി വരും. ശരിയല്ലേ? ഓക്കെ, സോ ഓരോ ഇലക്ട്രോൺ, സോ ഓരോ ഹൈഡ്രജൻ ഓരോ ഓർബിറ്റലിലോട്ട് വരാണെന്നിരിക്കട്ടെ. സോ ഓരോ ഹൈഡ്രജൻ ഞാൻ ഇവിടെ വരയ്ക്കാണ്. പെയർ ചെയ്യാൻ വേണ്ടി 4 ഹൈഡ്രജൻ വരാണ്. സോ ഇവിടെ ഏതൊക്കെയായിട്ട് പെയർ ചെയ്യും? ഈ ഹൈഡ്രജൻ ഈ ഓർബിറ്റലായിട്ട് എന്ത് ചെയ്യും? ഈ സബ്ഷെല്ലായിട്ട് പെയർ ചെയ്യും, അല്ലെങ്കിൽ ഈ ഓർബിറ്റലായിട്ട് പെയർ ചെയ്യും. ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഈ ഓർബിറ്റലായിട്ട് പെയർ ചെയ്യും, ഈ ഹൈഡ്രജന്റെ ഈ ഓർബിറ്റലായിട്ട് പെയർ ചെയ്യും, ഈ ഹൈഡ്രജന്റെ ഈ ഓർബിറ്റലായിട്ട് പെയർ ചെയ്യും. അങ്ങനെ 4 ബോണ്ട് ഫോം ചെയ്യുന്നു. സോ നമുക്ക് ജസ്റ്റ് അതൊന്ന് വരയ്ക്കാം. CH4. ഓക്കെ, CH4. ഇങ്ങനെ ഒരു CH4 മോളിക്യൂൾ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് ഏതിന്റെയൊക്കെ ഓവർലാപ്പിംഗ് ഉണ്ടായിരിക്കുന്നു നോക്കി. ഈ ഹൈഡ്രജന്റെ S ഓർബിറ്റലും ഓക്കെ ഈ കാർബണിന്റെ S ഓർബിറ്റലും ആണ് ഇവിടെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. ഐ എം ടെല്ലിംഗ് വാലൻസ് ബോണ്ട് തിയറി. ഓക്കെ, സോ ഇവിടെ ബോണ്ട് ഉണ്ടായിരിക്കുന്ന ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S അല്ലെ, S ബോണ്ട് ആണ് ഉണ്ടായിരിക്കുന്നത്. SS ഓവർലാപ്പിംഗ്. ഈ ഹൈഡ്രജന്റെ S ഓർബിറ്റലും കാർബണിന്റെ S ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്ത് ഉണ്ടായിരിക്കുന്ന ബോണ്ടാണ് ഇത്. മറ്റൊരു ബോണ്ട് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ S ഓർബിറ്റലും കാർബണിന്റെ 2p ദാറ്റ് ഈസ് p ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന sp ഓവർലാപ്പിംഗ് വഴി. ആൻഡ് ഈ ഹൈഡ്രജനും അതുപോലെ തന്നെ sp ഓവർലാപ്പിംഗ് ആണ്. ഇതും S ഓർബിറ്റലും p ഓർബിറ്റലും ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ px py pz എനിവേ p ഓർബിറ്റൽ ആയിട്ട് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ് ഓവർലാപ്പിംഗ്? ഒരു ബോണ്ട് SS, ബാക്കി 3 എണ്ണം sp spx spy and spz whatever. എനിവേ ഈ 3 ബോണ്ടും സെയിം ഓർബിറ്റൽസ് ആ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇതൊരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് അവിടെ നിൽക്കാം. ഇതിൽ നിന്നും വ്യത്യാസം വന്നേക്കാം. SS ഓർബിറ്റലാ. അപ്പൊ 4 ബോണ്ടും സെയിം അല്ല, ഈക്വൽ ബോണ്ട് ലെങ്ത് അങ്ങനെയാണെങ്കിൽ വരൂലല്ലോ അക്കോർഡിംഗ് ടു വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി പറയുന്ന പ്രകാരം ഇത് SS ഉം ബാക്കിയെല്ലാം ഒരേപോലത്തെ ഓവർലാപ്പിംഗ് ആ. അപ്പൊ ഈ ഒരു ബോണ്ട് മാത്രം ഈ 3 എണ്ണത്തിൽ നിന്നും വ്യത്യാസപ്പെട്ട് നിൽക്കൂലേ? പക്ഷെ ഇൻ റിയാലിറ്റി അങ്ങനെയല്ല. ഇൻ റിയാലിറ്റി 4 ബോണ്ടിനും ഒരേ ലെങ്ത് ആണ് വരുന്നത്. പക്ഷെ വാലൻസ് ബോണ്ട് തിയറി വെച്ച് നമ്മൾ ഈ മീഥൈൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 ബോണ്ടും ഒരേപോലെയാണെന്ന് പറയാൻ പറ്റത്തില്ല. Yes, there comes the birth of hybridization.
അങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് വരുന്നത്. അതൊരു VBT ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റ് എന്ന് പറയുന്നത് വാലൻസ് ബോണ്ട് തിയറിയുടെ ഒരു ലിമിറ്റേഷൻ കൂടിയാണ്. സോ there comes hybridization. സോ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഹൈബ്രിഡൈസേഷൻ പറയുന്നു, അതായത് ഇപ്പോ ഈ ഹൈഡ്രജൻ ജസ്റ്റ് ഇങ്ങനെ കയറി ഓവർലാപ്പ് ചെയ്യും, ഓരോ ഓർബിറ്റലിലും കയറി ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ നാല് ബോണ്ടല്ല, ഒരെണ്ണം മൂന്നെണ്ണത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കും. സോ അങ്ങനെ വരാതിരിക്കാൻ നമ്മുടെ സെൻട്രൽ ആറ്റം, നമ്മുടെ കാർബൺ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ ഓർബിറ്റൽസ് ഉണ്ടല്ലോ, അതായത് ഈ 2s-ഉം 2p, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഈ പറയുന്ന 4 ഓർബിറ്റൽസ്, ഈ കാർബൺ എന്ത് ചെയ്യുമെന്ന് അറിയോ, ജസ്റ്റ് നമ്മള് സാധാരണ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ ഒരു മിക്സിയിലോട്ട് ഈ 4 ഓർബിറ്റലിനെ ഇടും. അതായത് 2s-നെ ഇടും, പിന്നെ 2p ഓർബിറ്റൽ, അതായത് ഇവിടെ ഒരു s ഓർബിറ്റലിനെ ഇടും, 3 p ഓർബിറ്റലിനെയും ഇട്ട് അരയ്ക്കും, മിക്സിയിലിട്ട് അരയ്ക്കും. ദാറ്റ് മീൻസ് മിക്സ് ചെയ്യും, ദാറ്റ് ഈസ് ഇന്റർ മിക്സിംഗ് എന്ന് പറയും. ഓക്കെ, സോ മിക്സിയിലിട്ട് അരയ്ക്കും, എന്നിട്ട് പ്രൊഡക്റ്റ് കിട്ടൂലോ. യെസ്, ആ പ്രൊഡക്റ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയോ, ആ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഒരു സെറ്റ് 4 ഓർബിറ്റൽസ് ആയിട്ട് കിട്ടും. ദാറ്റ് മീൻസ് നമ്മൾ എത്ര റിയാക്ടൻസിന് ഇടുന്നോ അത്രയും പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഈ എത്ര ഓർബിറ്റൽസിനെ അരയ്ക്കാൻ വേണ്ടി ഇടുന്നോ അത്രയും ഓർബിറ്റൽസ്, അത്രയും പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. ആ പുതിയ ഓർബിറ്റൽസിന്റെ എനർജി എങ്ങനെയാണ്, ദേ ഹാവ് സെയിം എനർജി ആൻഡ് സെയിം ഷേപ്പ്. മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ ഈ പുതിയതായി ഉണ്ടായ ഈ ഓർബിറ്റൽസിന്റെ ഇപ്പോഴത്തെ പേര് എങ്ങനെയാണെന്ന് അറിയോ, നോക്കിക്കോ. ഇവിടെ എങ്ങനെയാ ഇന്റർമിക്സ് ചെയ്തത്, ഒരു s ഓർബിറ്റലും 3, ദാറ്റ് ഈസ് 1 s ഓർബിറ്റലും ആൻഡ് 3 p ഓർബിറ്റലും അല്ലേ. സോ ഉണ്ടായ ഓർബിറ്റൽസിന്റെ പേര് കൊടുക്കുന്നത് sp, മുകളിൽ 3 എന്ന് കൊടുക്കും, 3. സോ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്ന് നമ്മൾ പറയും. സോ ഇത് ഓരോന്നും ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. എന്താ ഹൈബ്രിഡൈസ് ലിറ്ററൽ മീനിങ് എന്താ, ജസ്റ്റ് മിക്സിംഗ് എന്നാണ് അർത്ഥം. ഒരു മിക്സ്ചർ എന്ന ഹൈബ്രിഡിന്റെ അർത്ഥം അല്ലേ, ഒരു മിക്സ്ചർ എന്നാണ് ഹൈബ്രിഡിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഉണ്ടായ 4 ഓർബിറ്റൽസിന്റെയും ഇപ്പോഴത്തെ പേര് കണ്ടോട്ടോ. ഇത് sp3 ഹൈബ്രിഡ് ഓർബിറ്റലാ, ഇത് sp3 ഹൈബ്രിഡ് ഓർബിറ്റലാ, ഇതും sp3 ഇതും sp3. അവര് 4 പേരും ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ റെപ്രസെന്റേഷൻ, ദാറ്റ് ഈസ് ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു s ഓർബിറ്റലിന് സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, ദിസ് ഈസ് s ഓർബിറ്റൽ. പിന്നെ ഇവിടെ p ഓർബിറ്റൽ ആണ്. p ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താ ഡംബൽ ഷേപ്പ് ആണ്. ഡംബൽ ഷേപ്പ് മിക്സ് ചെയ്യുന്നു, എന്നിട്ടോ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്നു, നോക്കിക്കോ. ഇങ്ങനെ വരയ്ക്കാം, ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. അതായത് ഒരു ലാർജർ ലൂപ്പ് ഉണ്ട് ആൻഡ് സ്മോളർ ലൂപ്പ് ഉണ്ട്. ഈ 3 ഷേപ്പ് ഇത് തന്നെയാണ്. ചില ടെക്സ്റ്റ് ബുക്കില്, ഈവൻ NCERT-യിൽ പോലും ചില സ്ഥലങ്ങളിൽ ജസ്റ്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് ഹൈബ്രിഡ്. മനസ്സിലായോ? അപ്പൊ കാർബണിന്റെ ഇപ്പൊ CH4 അല്ലേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണേ. അപ്പൊ CH4ന്റെ കേസിൽ എങ്ങനെ എനിക്ക് ഇതിന്റെ ജോമെട്രി വരയ്ക്കാം? CH4ന്റെ ഷേപ്പ് നമുക്കറിയാം, VSEPR തിയറി, അതിന്റെയും ഞാൻ ഇടുന്നുണ്ട്, ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. സോ VSEPR തിയറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ sp3 മീൻസ് s p p p 4 ആൾക്കാരാ. സോ 4 ആൾക്കാരാണെങ്കിൽ എന്തായിരുന്നു സ്ട്രക്ചർ? ടെട്രാഹീഡ്രൽ ആണ് സ്ട്രക്ചർ. ടെട്രാഹീഡ്രൽ വരയ്ക്കാൻ ഒരു എളുപ്പവഴി, ജസ്റ്റ് ഒരു ക്വാഡ്രിലാറ്ററൽ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് അതിന്റെ ഓരോ വെർട്ടെക്സിലും ബോണ്ട് വരയ്ക്കുക. സോ ഇവിടെ ബോണ്ട് അല്ല ഞാൻ വരയ്ക്കുന്നത്, ഇവിടെ ഈ ഹൈബ്രിഡ് ഓർബിറ്റൽ ഞാൻ വരയ്ക്കാണ്. സോ ഇതിന്റെ ഓരോ വെർട്ടെക്സിലോട്ടും ഈ ഹൈബ്രിഡ് ഓർബിറ്റൽ ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, കണ്ടോ ഹൈബ്രിഡ് ഓർബിറ്റൽ. എന്നിട്ട് അതിലോട്ട് ആര് വന്ന് കയറാം? 4 ഹൈഡ്രജൻ മീൻസ് ഹൈഡ്രജന്റെ s ഓർബിറ്റൽ വന്ന് കയറുന്നു. മനസ്സിലായോ? അപ്പോ ഇനി ഈ 4 ബോണ്ട്സ് ഒന്ന് നോക്കിയേ. sp3 എല്ലാം sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആണ്. അതിലോട്ടാണ് s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ വന്ന് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഈ ഓരോ ബോണ്ട് എന്ന് പറയുന്നത് sp3 ആണ്. ഈ ബോണ്ട് sp3 ആണ്, ഇത് sp3 ആണ്, ഇത് sp3 ആണ്, ഇതും sp3 ആണ്. നൗ വി ക്യാൻ സേ, എന്ത് പറയാം, ഈ 4 ബോണ്ട് ഒരേ രീതിയിലാണ്, ഒരേ ലെങ്ത് ഒക്കെ ആയിരിക്കും, ഇപ്പൊ ഒരേ നേച്ചർ ആയിരിക്കും ആ ബോണ്ടിന്റെ. കണ്ടോ, sp3 ഹൈബ്രിഡൈസ്. പക്ഷെ ബാലൻസ് ബോണ്ട് തിയറി പ്രകാരം നമുക്ക് അങ്ങനെയല്ലല്ലോ കിട്ടിയേ. ഒരു ഉം sp കിട്ടിയ 3 ബോണ്ടും ഒരേപോലെയും ഒരെണ്ണം വ്യത്യാസപ്പെട്ട കിട്ടിയ. പക്ഷെ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞപ്പോ, കൺസെപ്റ്റ് പറഞ്ഞപ്പോ പക്കേ മനസ്സിലായി. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ദിസ് ഈസ് ദ ബർത്ത് ഓഫ് ഹൈഡ്രജൻ, ഹൈബ്രിഡൈസേഷൻ. ഓക്കെ.